ന്യൂസ് 16 കേരള. കിട്ടിയത് കനത്ത പ്രഹരം. ഇന്ത്യ തകർത്ത നൂർഖാൻ വ്യോമത്താവളത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ച പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ ആക്രമിച്ച പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമത്താവളത്തിൽ പുനർനിർമ്മാണം ആരംഭിച്ചതായി റിപ്പോർട്ട്. മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മേയിൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ പ്രധാന വ്യോമത്താവളമായ നൂർഖാനും ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യൻ തിരിച്ചടിയിൽ നാശനഷ്ടമുണ്ടായ ഭാഗങ്ങളിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 25 കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന പ്രധാന വ്യോമത്താവളമാണ് നൂർഖാൻ. പാക് വ്യോമസേനയുടെ പ്രധാന വിമാനത്താവളങ്ങളടക്കം ഇവിടെയാണുള്ളത്. മെയ് 10-ാം തീയതിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നൂർഖാൻ വ്യോമത്താവളത്തിന് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയത്. വ്യോമത്താവളത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേക സൈനിക വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം. ബ്രഹ്മോസ് മിസൈലോ സ്കോർപിയൻ മിസൈലും ഉപയോഗിച്ചാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. വ്യോമത്താവളത്തിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാന്റെ പ്രത്യേക സൈനിക വാഹനങ്ങൾ തകർക്കാനാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെങ്കിലും ഇതിന്റെ ആഘാതത്തിൽ വ്യോമത്താവളത്തിലെ ചില കെട്ടിടങ്ങൾ തകരുകയും മറ്റു ചില കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ഉണ്ടായി. മെയ് 10-ാം തീയതിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമായിരുന്നു. എന്നാൽ മെയ് 17-ാം തീയതി തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളടക്കം നീക്കം ചെയ്യുന്നതെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇതിനു പിന്നാലെയാണ് സെപ്റ്റംബർ 3-ാം തീയതിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വ്യോമത്താവളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കണ്ടെത്തിയത്. പുതിയ മതിലുകൾ അടക്കമുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയാണ് മേഖലയിൽ പുരോഗമിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നൂർഖാൻ വ്യോമത്താവളത്തിലെ പ്രത്യേക സൈനിക വാഹനങ്ങൾ നശിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്. ഈ വാഹനങ്ങൾ തകർത്തതോടെയാണ് ഇതിന്റെ ആഘാതത്തിൽ സമീപത്തെ ചില കെട്ടിടങ്ങൾ തകരുകയും പല കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തു. ഇതോടെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നൂർഖാൻ വ്യോമത്താവളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്. ബുർഗാസ് എന്ന് വിളിക്കുന്ന പാക് വ്യോമസേനയുടെ നമ്പർ 12 VIP സ്ക്വാഡ്രൺ ആണ് നൂർഖാൻ വ്യോമത്താവളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും സൈനിക മേധാവിമാരും ഉൾപ്പെടെയുള്ള ഉന്നതരുടെ യാത്ര ഇവരുടെ ഉത്തരവാദിത്തമാണ്. അടുത്തിടെ പാക് സൈനിക മേധാവി അസീം മുനീർ SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലേക്ക് പുറപ്പെട്ടതും നൂർഖാൻ വ്യോമത്താവളത്തിൽ നിന്നായിരുന്നു. അസീം മുനീറിന്റെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത റൺവേയുടെ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ കേടുപാടുണ്ടായത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.